ഹലോ, ഞാൻ ഡോക്ടർ സജീവ് ദേവ്. യു ആർ ബ്ലസ്ഡ്. യു ആർ ബ്ലസ്ഡ്. യു ആർ ബ്ലസ്ഡ്. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കണം. നിങ്ങൾ ബ്ലസ്ഡ് ആണ്. നമ്മുടെ കുട്ടികൾ ബ്ലസ്ഡ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ, മഴ നനയാണ് കയറി കിടക്കാൻ ഒരു വീടില്ലാതെ, പഠിക്കാൻ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ, അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു ആർ ബ്ലസ്ഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് എന്നിട്ടാണ് വിട്ടത്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ പുത്തൻ തലമുറ ആ ക്വാളിറ്റീസിനെ പറ്റിയിട്ടല്ല അവയർനെസ്. അവർ അവെയർ ചെയ്യുന്നത് മുഴുവനും അവരുടെ ലിമിറ്റേഷൻസിനെ പറ്റിയും അവർ ഈ സമയം കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കംപ്ലയിൻറ്റുകൾ മാത്രമുള്ളൊരു ലോകം അവർക്കതില്ല, ഇതില്ല, അതില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ആ കംപ്ലയിൻറ്റിന് പകരം നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകെ നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാവും. എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. സാധാരണ എല്ലാ ബുദ്ധിമുട്ടുകളോടുകൂടി ജനിച്ച സജീവ്, സാമ്പത്തികമായിട്ടും പിന്നോക്കം നിന്നിരുന്ന ഒരു കുടുംബത്തിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ. അവിടെ നിന്നുകൊണ്ടും എൻ്റെ ജീവിതത്തിന് വിജയിക്കണമെന്നൊരാഗ്രഹം കൊണ്ട്, ആ സ്വപ്നം എന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ടും ഞാൻ ചേർത്ത് പിടിച്ചതുകൊണ്ടും ഒക്കെയാണ് ഇന്ന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. ഞാൻ എൻ്റെ ലിമിറ്റേഷൻസിൻ്റെ പുറകെ പറഞ്ഞുകൊണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട്, ഇനി ജീവിതത്തിൽ എനിക്കൊന്നും ആവില്ല, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു പരിശീലകനാവാനോ, ഒരു മെൻറ്ററാവാനോ, ഒരു ട്രെയിനറാവാനോ, ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ബുക്ക് എഴുതണം എന്നുള്ളത്. അതും ഇംഗ്ലീഷിലൊരു ബുക്ക് എഴുതണം എന്നുള്ളത്. അതൊരു അവിവേകമാണോ അല്ലെങ്കിൽ അഹങ്കാരമാണോ എന്ന് പല കൂട്ടുകാരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, കളിയാക്കിയിട്ടാണെങ്കിലും. പക്ഷേ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് യു ആർ മണി എന്ന് പറയുന്ന ഒരു വലിയ ബുക്ക് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഇത് വേറൊന്നിനുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ ആ സ്വപ്നം നടത്തിത്തരാൻ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗൂഢാലോചന ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുന്നത്. നിങ്ങളും പരിഭവങ്ങളില്ലാതെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ നന്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമാകട്ടെ ഇന്നു മുതൽ. നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ, നിങ്ങളുടെ സഹയാത്രികരായി മാറുന്ന നല്ല നാളുകളെ സ്വപ്നം കാണുക. ആ സ്വപ്നത്തെ ചേർത്ത് പിടിക്കുക. എന്നും കിടക്കുന്നതിന് മുമ്പ് നല്ലത് മാത്രം ചിന്തിക്കുക. ചെയ്തു പോയ കാര്യങ്ങളെയൊക്കെ പറ്റി പഴി പറയാതെ, പറ്റിയ തെറ്റുകളെപ്പറ്റി പഴി പറഞ്ഞ് നമ്മളെ സ്വയം കുറ്റപ്പെടുത്താതെ, എന്നെ എങ്ങനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും, ഞാൻ എത്രത്തോളം നാളെ ശരിയാകും, ഞാൻ എത്രത്തോളം നന്നായാൽ എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ആളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ. അതിന് പറ്റും നിങ്ങൾ. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, യു ആർ ബ്ലസ്ഡ്. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ബ്ലസ്ഡ് ആണെന്ന് മനസ്സിനെ പറഞ്ഞു കൊടുക്കുക. മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കുക. പലപ്പോഴും നമ്മൾ ബ്ലസ്ഡ് ആണെന്ന് നമുക്കറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയാം, അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.